നാലാം സ്ഥലം. ഈശോ കുരിശിന്റെ വഴിയിൽ തന്റെ മാതാവിനെ കണ്ടുമുട്ടുന്നു. മുള്ളുകൾക്കിടയിലെ റോസാപ്പൂ പോലെ വേദനകളുടെ നടുവിലും തീവ്രമായ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തികച്ചും ഒരേപോലെ സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ ഒരേപോലെയുള്ള വേദനയോടുകൂടി കൂടിച്ചേരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം പഴയതിനേക്കാളും കൂടുതൽ തീവ്രത ഉള്ളതായിരിക്കും. അല്പസമയത്തേക്കാണ് ആ കൂടിക്കാഴ്ചയെങ്കിലും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി കണ്ണോട് കണ്ണോരം പരസ്പരം നോക്കിയ ആ നിമിഷത്തിൽ ഇരുണ്ട രാത്രിയുടെ മധ്യത്തിൽ നക്ഷത്രങ്ങളിൽ പ്രകാശം കണ്ടെത്തുന്നത് പോലെ വേദനകളുടെ ഇടയിലും മകന്റെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ തീവ്രത അമ്മ തിരിച്ചറിയുകയാണ്. താൻ ഒറ്റക്കല്ല, കൂടെ അമ്മയുണ്ട്. ആ അമ്മയുടെ സ്നേഹവും ആർദ്രതയും വാത്സല്യവും അതോടൊപ്പം ഈ കുരിശിന്റെ വഴിയിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് യേശുവിന് ഒരു ആശ്വാസമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, പല കാരണങ്ങളാൽ നമ്മൾ വേദനിക്കുന്ന സമയങ്ങളിൽ മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുവാനോ അവരെ ആശ്വസിപ്പിക്കാനോ സാധിക്കാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അവന്റെ വേദനയെക്കാളും വലുതാണ് എൻ്റെ വേദന എന്ന് ചിന്തിച്ചുകൊണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാറില്ലേ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരാൾ വേദനിക്കുമ്പോൾ, വളരെ പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, മക്കൾ, അയൽവാസികൾ, അവരുടെയൊക്കെ വേദന എൻ്റെ കൂടി വേദനയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ചിലപ്പോൾ നിന്റെ ഒരു നോട്ടം, ഒരു പുഞ്ചിരി, നിന്റെ സാന്നിധ്യം, ആശ്വാസത്തോടു കൂടിയുള്ള നിന്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു തലോടൽ, അതുമതി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ നക്ഷത്രങ്ങളായിട്ട് മാറാൻ. ആയതിനാൽ മുള്ളുകൾക്കിടയിലെ റോസാപ്പൂ പോലെ നമ്മളുടെ വേദനകളുടെ ഇടയിലും മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ നമുക്ക് പരിശ്രമിക്കാം.